അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മൂന്നാമതും അധികാരത്തിൽ വന്ന് ഈ നാടിനെ ഇനി തകർത്ത് തരിപ്പണമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം, അങ്ങനെയെങ്കിൽ മാത്രമേ ഈ പറയുന്ന നാണം കെട്ടിപ്പോഴും ന്യായീകരിക്കുന്ന ഈ തലയ്ക്കകത്ത് ചിതല് പിടിച്ച തലച്ചോറ് ദ്രവിച്ചു പോയ ഇവരുടെ അണികൾക്കും ഈ പറയുന്ന നേതാക്കൾക്കും ഒക്കെ വീണ്ടും ഈ കിരാതമായി ഇങ്ങനെ ഭരിക്കാൻ കഴിയും ഈ അടുത്ത 5 വർഷം കൂടി. ആ ഒരു കണക്ക് കൂട്ടലിലാണ് എന്തും ചെയ്യാം, എന്തും ചെയ്യും എന്ന മട്ടിൽ അവർ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദന തോന്നിയ ഒരു സംഭവമാണ് ഈ വേണു എന്ന് പറയുന്ന 48-കാരൻ. ആ മനുഷ്യന്റെ കുടുംബം അനാഥമായി ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആ മനുഷ്യൻ നിസ്സഹായനായി പറയുകയാണ്, ഞാൻ മരിച്ചാൽ അതിന് ഉത്തരവാദി ഈ മെഡിക്കൽ കോളേജ് ആയിരിക്കുമെന്ന് അദ്ദേഹം വളരെ നിസ്സഹായനായി പറയുകയാണ്. 5 ദിവസം അദ്ദേഹത്തെ ഒരുപക്ഷെ ചികിത്സിക്കാതെ മനഃപൂർവ്വം ഇട്ടിരുന്നതായിരിക്കില്ല. അവിടെ ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഉപകരണങ്ങളോ മരുന്നുകളോ ഒക്കെ അവിടെ ഇല്ലാതിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഡോക്ടർമാർ അങ്ങനെ ചെയ്തത്. മുമ്പ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇതിനു മുമ്പും സർക്കാർ ഉണ്ടായിരുന്നു. ഈ 9.5 കൊല്ലത്തിന് മുമ്പും പല മുഖ്യമന്ത്രിമാരും പല ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളും നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ ആരോഗ്യരംഗമോ മറ്റൊരു രംഗമോ ഇത്രയും തകർന്നടിഞ്ഞിട്ടില്ല.